2018 പ്രളയത്തിലാണ് മാങ്കുളം കള്ളക്കുട്ടിക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ പുറം ലോകത്തെത്താൻ ആശ്രയിച്ചിരുന്ന പാലം ഒഴുകിപ്പോയത്. അന്നു മുതൽ മഴക്കാലത്ത് സമാനതകളില്ലാത്ത ദുരിതമാണ് കുടുംബങ്ങൾ അനുഭവിക്കുന്നത്. പാലം വേണമെന്ന ആവശ്യത്തിന്റെ ഗൗരവമറിയാൻ ഈ ദൃശ്യങ്ങൾ കാണുക തന്നെ വേണം. അരി ഉൾപ്പെടെ അവശ്യ വസ്തുക്കൾ എന്തു വാങ്ങണമെങ്കിലും പുഴ കടക്കണം. സ്കൂൾ തുറന്നതോടെ കുട്ടികളും ജീവൻ കയ്യിലെടുത്ത് പുഴ കടക്കേണ്ട ഗതികേടിലാണ്. ഈ പാലത്ത് കടന്നോക ഭയങ്കര പേടിയാണ്. വെള്ളമൊക്കെ പൊങ്ങിയ ഞങ്ങൾക്ക് കടന്നോക ഭയങ്കര പേടിയാണ്. അത് കാരണം ഞങ്ങൾക്ക് ഈ പാലം എത്രയും പെട്ടെന്ന് അനുവദിച്ചു തരണം. ചിക്കനംകുടി ഗവൺമെന്റ് LP സ്കൂളിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. രാവിലും വൈകിട്ടും ആരെങ്കിലും ഇല്ലാതെ കടന്നോക ഭയങ്കര പേടിയാണ്. ഞങ്ങൾക്ക് പാലത്തിൽ പോകാൻ പേടിയാണ്. അമ്മമാരാണ് ഞങ്ങൾ കൈ പിടിച്ചുകൊണ്ട് വിടുന്നത്. ഞങ്ങൾക്ക് ഈ തോട്ടി കടക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. മഴയത്ത് ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്ക് പുറത്തു പോകേണ്ടി വരുന്നവരുടെ അവസ്ഥയാണ് കൂടുതൽ കഷ്ടം. ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ പുഴയ്ക്ക് കുറുകെ ഇവർ തന്നെ നിർമ്മിച്ചതാണ് ഈറ്റ കൊണ്ടൊരു തൂക്കുപാലം. പുഴയ്ക്ക് അക്കരെ ഇക്കരെയുള്ള 2 മരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് അലറിക്കുതിച്ചൊഴുകുന്ന പുഴയ്ക്ക് മുകളിലൂടെ സാഹസികമായ മഴക്കാല യാത്രയും ജീവിതവും. 2018 ഒരു പ്രളയം വന്നപ്പോ ഒരു പാലം പോയി. രണ്ടാമത്തെ 2020 ഒരു പാലം പോയി. നമുക്ക് അത് 2 പാലം പോയിട്ടോ ഇതുവരെ സർക്കാരിലോ ഒരു പഞ്ചായത്തിലോ ലൈബ്രറിയിലോ ഇതുവരെ ഒന്നും ഉണ്ടായില്ല. പിള്ളേർ കടത്തുന്നെങ്കിൽ ഇതുപോലെ ആള് വരണം. അത് ഈറ്റപ്പാലം മാത്രമേ ഉള്ളൂ, വേറെ ഒരു മാർക്കില്ല. അത് അപ്പറയോ അമ്മയോ ആരെങ്കിലും വരണം. കുഴപ്പമാണെങ്കിൽ രാവിലെയും വരണം, വൈകിട്ടും വരണം. അതുപോലെ കഷ്ടപ്പെടുക. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. പണിക്ക് പോയിട്ടേ ഞങ്ങൾ പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റും. അമ്മമാരോ അച്ഛന്മാരോ വന്നിട്ടേ കടത്താൻ പറ്റുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ പാലം വേണം, ഇല്ലാത്ത പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. നടന്നു തന്നെ ഞങ്ങൾ കുടിക്കും കൊണ്ടുപോകണം. 2018 മുതൽ ഇവർ ഈ ദുരിതം അനുഭവിക്കുന്നു. പുഴ കടന്ന് ആദിവാസികൾക്ക് പുറത്തേക്ക് യാത്ര ചെയ്യേണ്ടുന്ന റോഡും യാത്രായോഗ്യമാക്കേണ്ടതുണ്ട്. പാലത്തിന്റെയും റോഡിന്റെയും ഒക്കെ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ചുവെന്ന് കള്ളക്കുട്ടിക്കുടിയിലെ മനുഷ്യർ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. കാണേണ്ടവർ ഈ കാഴ്ചകൾ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ ഈ മഴക്കാലത്തും ഇവർക്ക് ദുരിതമാണ് ബാക്കി. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.